ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇത് സ്കൂബ ഡൈവിങ്ങിന് പോകാനായിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് അപ്പോൾ തന്നെ ഇറങ്ങണമായിരുന്നു. അപ്പം നമുക്കൊരു അരമണിക്കൂർ ക്ലാസ് ഒക്കെ ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്കൂബ ഡൈവിംഗ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണിത്. അപ്പോൾ ഇതാ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോവുക. എൻ്റെ ലൈഫിൽ ആയാലും ഹസ്ബൻഡിൻ്റെ ലൈഫിലായാലും ഒക്കെ ആദ്യമായിട്ടാണ് സ്കൂബ ഡൈവിങ് ചെയ്യുന്നത്. അപ്പം അത് അടിപൊളിയായിരുന്നു, വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും വീഡിയോസ് ഉള്ളതിൻ്റെയൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം. അപ്പോൾ ആ സ്കൂബ ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞു, ആ ദിവസം വെൽ സ്പെൻഡായി. അത് കഴിഞ്ഞ് നൈറ്റിൽ ഇതുപോലെ ഒരു ചെറിയ പാർട്ടി പോലെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ റോം ചെയ്യായിരുന്നു അവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നമുക്കവിടെ ഭയങ്കര ഫ്രീഡമാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല അവിടെ. ആരും നമ്മളിപ്പോൾ ഇത്ര രാത്രിയിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാലൊന്നും ആരും നമ്മളങ്ങനെ സ്റ്റെയർ ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണ് അത് കോമൺ ആയിട്ട് കാണുന്നത്. ഈവൻ ഇഫ് ദ സ്റ്റെയർ നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിലും ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, പാർട്ടിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ആ നൈറ്റ്. ഞങ്ങൾ എന്നിട്ട് ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്.
അങ്ങനെ നമ്മൾ മാൽദീവ്സിലെ സിറ്റിയുടെ ഏരിയയിലെത്തി. അവിടെയാണ് എയർപോർട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ലഗേജൊക്കെ എടുക്കും. ഈ ബോട്ടിൽ നിന്ന് ലഗേജസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങളിങ്ങനെ എയർപോർട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ബോർഡ് ചെയ്തു. ഞങ്ങൾ നേരെ കൊച്ചിൻ എയർപോർട്ടിലേക്ക്, ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ ഞങ്ങളൊരു അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവർക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.